മഞ്ഞപ്പുറം മാസ് മോട്ടോഴ്സ് നല്ലത്. നമ്മുടെ ഹോണ്ട യൂണിക്കോൺ വണ്ടി നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട്. ഇത് ആദ്യത്തെ വർക്ക് പറഞ്ഞാൽ അതിൻ്റെ മെയിൻ സ്റ്റാൻഡ് മാറാനും തേർഡ് സ്റ്റാൻഡ് മാറാനും വണ്ടി ഡിസ്കൊക്കെ ആയിട്ടൊന്ന് സെറ്റാക്കാനൊക്കെ പറയുന്നത്. പിന്നീടാണ് നമ്മളത് ജന സർവീസായിട്ട് കസ്റ്റമർ പറഞ്ഞ് ചെയ്യുന്നുണ്ട്. നമ്മൾ ജന സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ബാക്കിലെ ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി കയറ്റിയിട്ടുണ്ട്. ബാക്കിലെ ബ്രേക്കാണ്. ബാക്കിലെ ബ്രേക്സ് നമുക്കത് മാറ്റണം കേട്ടോ. കിടക്കുന്നത് ഒരു കമ്പനി ബ്രേക്സ് ഒന്നുമല്ല, ഒരു ASK പറഞ്ഞൊരു കുറഞ്ഞ കമ്പനിയുടെ ബ്രേക്സാണ് കിടക്കുന്നത്. നമുക്ക് അതിൻ്റെ ബ്രേക്സ് നമുക്കൊന്ന് മാറ്റി കളയണം. അതുപോലെ തന്നെ വീലിൻ്റെ റബ്ബർ, അത് റബ്ബറാണ്. അത് റബ്ബർ പൊട്ടിക്കിടക്കണം, റബ്ബർ പൊട്ടിക്കിടക്കുകയാണ്. അത് നമുക്ക് ഫുൾ സെറ്റായിട്ടേ കിട്ടുള്ളൂ. അപ്പോൾ ആ റബ്ബറൊന്ന് മാറ്റി കളയണം. അതുപോലെ തന്നെ അതിൻ്റെ എയർ ഫിൽറ്റർ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി ചോദിച്ചാൽ എയർ ഫിൽറ്റർ കുഴപ്പമൊന്നുമില്ല, നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി. അതിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല, അത് നമുക്ക് ക്ലീൻ ചെയ്തിടാം. അപ്പോൾ അതിൻ്റെ പ്ലഗ് ആയാലും വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. പ്ലഗ് നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി. പിന്നെ അതിൻ്റെ ബാറ്ററി നമുക്ക് ഇരിക്കുന്ന എക്സൈഡ് പറഞ്ഞൊരു കമ്പനിയുടെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. നിലവിലിപ്പോൾ സെൽഫ് വർക്കിംഗ് ആണ്, എന്നാലും നമ്മൾ ബാറ്ററി കണ്ടീഷൻ കൂടി ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 12.7 വോൾട്ട് കാണിക്കുന്നുണ്ട്. അത് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ബാറ്ററി ഡാമേജ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ അറിയാം നമുക്ക് ഡാമേജ് ഇല്ല. അപ്പോൾ അത് കംപ്ലൈൻ്റ് ആയിട്ടാണ് ബാറ്ററി കാണിക്കുന്നത്. നിലവിൽ വേറെ സെൽഫൊക്കെ വർക്കിംഗ് ആണ്. ഈ സെൽഫിൻ്റെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ബാറ്ററി നോക്കിയാൽ മതി. നിലവിൽ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ബാറ്ററി കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. അതേപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ട് ഡിസ്കൊക്കെ നമ്മൾ ഫുൾ അഴിച്ച് റീസെറ്റ് ആക്കിയതാണ്. ഫുള്ളായിട്ട് അഴിച്ച് MC ഒക്കെ മാറി ഫുള്ളായിട്ടൊന്ന് റീസെറ്റ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഫ്രണ്ടിലെ ഇൻഡിക്കേറ്ററെ ഇവിടെ പൊട്ട് കിടക്കുക. ആ ഇൻഡിക്കേറ്റർ ഒന്ന് മാറ്റി കഴിഞ്ഞാൽ നന്നായിരിക്കും. അതുപോലെ തന്നെ ഈ ഫ്രണ്ടിലെ ഈ സ്വിച്ച് ഉണ്ട്, ഹെഡ്ലൈറ്റ് സ്വിച്ച്, അത് ഫുള്ളായിട്ട് ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കും. ഇടയ്ക്ക് നമ്മൾ ആക്ടിവേറ്റ് കൊടുക്കുമ്പോൾ ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ തിരിഞ്ഞ് തരിക. അപ്പോൾ ഡിസ്ക് പിടിക്കുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് വരുന്നില്ല കേട്ടോ. ഇതിൽ കറങ്ങിയാണ്, കറക്റ്റായിട്ട് ബ്രേക്കിങ് ആവില്ല. ഇത് മാറ്റിക്കഴിഞ്ഞാൽ നന്നായിരിക്കും. സ്വിച്ചൊക്കെ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ എപ്പോൾ നിലവിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി പറയാം. ജന സർവീസ് ഇതിൻ്റെ അടക്കമുള്ള ഒരു എസ്റ്റിമേറ്റ് ഞാൻ പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ.